Hi everyone, welcome back to our channel Aspiram Education. This is Dr. Fausia Ahmed. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളോട് ഇപ്പം കറൻ്റ്ലി ഒരുപാട് കുട്ടികൾ എൻക്വയറി ചെയ്യുന്ന ഒരു ചോദ്യമാണ്. എനിക്ക് പാരാമെഡിക്കൽ കോഴ്സ് വേണം, എന്നാൽ ഭയങ്കര എല്ലാവരും പോകുന്നൊരു കോഴ്സ് വേണ്ട, ഒരു റെയർ ആയിട്ടുള്ളൊരു പാരാമെഡിക്കൽ കോഴ്സ് വേണം. അതുപോലെ തന്നെ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ജോലി കിട്ടുന്ന, അല്ലെങ്കിൽ എനിക്ക് എബ്രോഡൊക്കെ പോയി സെറ്റിൽ ആവാൻ പറ്റുന്ന ഒരു കോഴ്സ് ചോദിച്ച് ഒരുപാട് കുട്ടികൾ നമ്മളെ വിളിക്കാറുണ്ട്. അപ്പോൾ അതിന് പറ്റുന്ന ഒരു കോഴ്സിനെ പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും പാടാനും സംസാരിക്കാനും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള നമ്മളിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ എന്നാൽ അതിനൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട്. അതായത് കേൾവി ശക്തി കുറവുള്ളവർ, അല്ലെങ്കിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ഇന്ത്യയിലെ കണക്ക് പ്രകാരം തന്നെ നമ്മുടെ പോപ്പുലേഷനിൽ 6% സ്പീച്ചിനും ലാംഗ്വേജിനും ഹിയറിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അതായത് ആ കണക്കെന്ന് പറയുന്ന ഈ 6% എന്ന് പറയുന്നത് ഏകദേശം 87.6 മില്യൺ ആൾക്കാരാണ് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഇങ്ങനെയുള്ള ഡിസബിലിറ്റീസ് അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാനും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് അവരെ ഓവർകം ചെയ്യാനും വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോഴ്സ് കൂടിയിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ കോഴ്സ് മറ്റൊന്നുമല്ല, BASLP ആണ്. BASLP എന്നാൽ ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി എന്നാണ്. ബേസിക്കലി ഈ കോഴ്സിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയർ, നോസ്, ത്രോട്ട്, അതായത് ഈ 3 ഭാഗങ്ങളുടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഇതെങ്ങനെ ഡയഗ്നോസ് ചെയ്യാം, അതായത് എങ്ങനെ നമുക്ക് ആ രോഗങ്ങൾ കണ്ടുപിടിക്കാം, എങ്ങനെ ഇതിന് നമ്മൾ തെറാപ്പി ത്രൂ ഇതിനെ ട്രീറ്റ് ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യാം. ഇതാണ് ബേസിക്കലി ഈ BASLP കോഴ്സിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. BASLP എന്ന് പറയുന്നത് ഒരു 4 ഇയർ UG പ്രോഗ്രാമാണ്. ഈ 4 ഇയർ UG പ്രോഗ്രാമിൽ 3 ഇയർ തിയറിയും അതുപോലെ തന്നെ 1 വർഷം ഇന്റേൺഷിപ്പും ആണ്. 3 ഇയർ തിയറി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി തിയറി അല്ല, നിങ്ങൾക്ക് അതിൽ പ്രാക്ടിക്കൽ സെക്ഷൻസും വരുന്നുണ്ട്. 1 ഇയർ കംപ്ലീറ്റ്ലി ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ആണ്. അങ്ങനെയാണ് ടോട്ടൽ 4 ഇയർ UG പ്രോഗ്രാം ആവുന്നത്. ഇനി നമുക്കിതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. ഇതിൻ്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയുണ്ട്. കാരണം നോർമലി പാരാമെഡിക്കൽ കോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ 50% അഗ്രഗേറ്റ് സ്കോറാണ്. പക്ഷേ BASLPയുടെ കേസ് വരുമ്പം നമ്മുടെ കേരളത്തിലായാലും നമുക്ക് എലിജിബിലിറ്റി വരുന്നതെന്ന് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഇനി ബയോളജി പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ മാത്സ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ സയൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള കോഴ്സുകളിലായാലും 50% അഗ്രഗേറ്റ് സ്കോർ നിങ്ങൾക്ക് ഉണ്ടായിരുന്നാൽ മതി. ഫിസിക്സ്, കെമിസ്ട്രി മാൻഡേറ്ററി ആണ്, എന്നാൽ ബയോളജി ഓർ മാത്സ് ഓർ കമ്പ്യൂട്ടർ സയൻസ് വാട്ട് എവർ ഇത് പോസിബിൾ ആണ്. അങ്ങനെ ഒരു പ്രത്യേകത BASLP കോഴ്സിന് വരുന്നുണ്ട്. പിന്നെ നമ്മളോട് കുട്ടികൾ കൂടുതൽ എൻക്വയറി ചെയ്യാറുണ്ട്, ഈ 50% അഗ്രഗേറ്റ് സ്കോർ ഉണ്ടെങ്കിൽ, അതായത് 50% മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൽ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ള ക്വസ്റ്റ്യൻസ് കുട്ടികൾ ചോദിക്കാറുണ്ട്. നമ്മളിപ്പം BASLP കോഴ്സ് വെച്ച് തന്നെ പറയാം. BASLP കോളേജിന് വിരലിലെണ്ണാവുന്ന കോളേജുകൾ മാത്രമാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഇതിൽ അത്രയും ഏകദേശം ഒരു 95+% സ്കോറുള്ള കുട്ടികളായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് ആ ഒരു റേഞ്ചിലുള്ള കുട്ടികൾക്കായിരിക്കും അലോട്ട്മെൻറ്റ് ത്രൂ കിട്ടാൻ കൂടുതൽ ചാൻസും. അല്ലാണ്ട് നമ്മൾ 50% എന്ന് പറയുന്നത് നമുക്കിതിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു എലിജിബിലിറ്റിയാണ്. ഓക്കെ, അല്ലാണ്ട് നമുക്ക് ഗവൺമെൻറ് സീറ്റോ അല്ലെങ്കിൽ നമുക്ക് കേരളത്തിൽ അഡ്മിഷൻ ആ ഒരു 50% കിട്ടുമെന്ന് നമുക്കൊരിക്കലും കൺഫേം പറയാൻ പറ്റില്ല. ഇനി നമുക്ക് കേരളത്തിലെ കോളേജിൻ്റെ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി 8 കോളേജുകളാണ് 2025-2026 അപ്രൂവ്ഡ് ലിസ്റ്റ് പ്രകാരമുള്ളത്. ഈ 8 കോളേജുകളിലും ഒരു ഗവൺമെൻറ് കോളേജുകളും ഇല്ല, എല്ലാം പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണുള്ളത്. എന്നാലും ഈ 8 കോളേജുകളിലായിട്ട് ടോട്ടലി വെറും 115 സീറ്റുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓരോ കോളേജുകളിലും 20 സീറ്റ്, 10 സീറ്റ്, 15 സീറ്റ്, ആ ഒരു എണ്ണത്തിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം വളരെ റെയറസ്റ്റ് ഓപ്ഷൻ ആണ്. കാരണം വളരെ കുറച്ച് കോളേജുകളും വളരെ കുറച്ച് സീറ്റുകളും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കോഴ്സ് റെയർ കോഴ്സ് ആണെന്ന് പറയുന്നതും. ഇപ്പോൾ കൂടുതലും കുട്ടികൾ നമുക്ക് നഴ്സിങ്ങിനൊക്കെ നാട്ടിൽ സീറ്റില്ലാതെ വരുമ്പോൾ കൂടുതലും കുട്ടികൾ അതർ സ്റ്റേറ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യില്ലേ. അതർ സ്റ്റേറ്റിൽ അപ്പം നഴ്സിങ്ങിനൊക്കെ ഒരുപാട് കോളേജുകൾ അവൈലബിൾ ആണ്. എന്നാൽ ഈ ഒരു കോഴ്സിന്, അതായത് BASLP പോലെയുള്ളൊരു കോഴ്സിന് അതർ സ്റ്റേറ്റിലും സീറ്റുകൾ വളരെ ചുരുക്കമാണ്. കാരണം ഇത് കൂടുതലും ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുന്ന കോളേജുകളാണ് കൂടുതലും കുട്ടികൾ ചൂസ് ചെയ്യുന്നത്. പക്ഷേ അവിടെയും സീറ്റുകളുടെ എണ്ണം വളരെ കുറവാണ്. കേരളത്തിൽ എങ്ങനെയാണ് BASLPക്ക് അഡ്മിഷൻ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LBS ത്രൂ ആണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതിലും ഇൻഡെക്സ് സ്കോർ വെച്ചിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ അഡ്മിഷൻസ് നടക്കാൻ പോകുന്നത് 8 കോളേജുകളിലേക്കായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് BASLP പഠിച്ചതിന് ശേഷം എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിറങ്ങിയതിന് ശേഷം നിങ്ങളൊരു ഓഡിയോളജിസ്റ്റ്, അതുപോലെ തന്നെ നിങ്ങളൊരു സ്പീച്ച് തെറാപ്പിസ്റ്റ് ആണ്.
നിങ്ങൾക്ക് മെയിൻലി ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് ENT ഹോസ്പിറ്റൽസിൽ, ഹിയറിംഗ് എയ്ഡ് സെൻറ്റേഴ്സിൽ, അതുപോലെ തന്നെ കോക്ലിയർ ഇംപ്ലാന്റ് സെൻറ്റേഴ്സിൽ, അതുപോലെ തന്നെ ഇതിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ്സുകളിൽ, പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഗവൺമെൻറ് ഫീൽഡിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കേരളത്തിൽ PSC പോലുള്ള എക്സാംസ് എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസിലും അല്ലാതെ മെഡിക്കൽ കോളേജസിലും ഒക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കിതല്ല, നിങ്ങൾക്കൊരു ജോബ് ചെയ്യേണ്ട, അതാണ് ഈ BSLPയുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്കൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണല്ലോ നിങ്ങൾക്ക് ജോബ് വേണ്ട, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പ്രസ്ഥാനം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ. കാരണം നിങ്ങളൊരു സ്പീച്ച് തെറാപ്പിസ്റ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് ഓൺ ക്ലിനിക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് എബ്രോഡേക്ക് മൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിനുമുള്ള ഒരുപാട് വേക്കൻസീസ് എബ്രോഡ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ കോഴ്സിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും അതുപോലെ തന്നെ അഡ്മിഷൻസിനായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതായത് കുട്ടികൾക്കായിട്ടും പേരൻസിനായിട്ടും 2026 അഡ്മിഷൻസ് നോക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് കോഴ്സിന് 2026 മാത്രമല്ല, നമ്മളിപ്പോൾ +2 കറൻലി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിലും നിങ്ങൾക്കൊരു ഫ്രീ ഗൈഡൻസ്, അതായത് പല കോഴ്സുകളെ പറ്റിയിട്ടും അതുപോലെ തന്നെ എക്സാംസിനെ പറ്റിയിട്ടും എക്സാംസിന് എപ്പോഴേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അതിനെ പറ്റിയിട്ടൊക്കെയുള്ളൊരു ഫ്രീ ഗൈഡൻസ് നമ്മൾ ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു ഹായ് അയച്ചാൽ മതിയാവും, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ഗൈഡൻസ് ആണ് നമ്മളവിടെ കൊടുക്കുന്നത്. എക്സാംസിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ അതർ സ്റ്റേറ്റ് അഡ്മിഷൻസിനെ പറ്റിയിട്ടും ഒക്കെയുള്ള ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.